CUT എക്സാം എഴുതുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെയിൽ ഐഡിയിലോട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു മെയിൽ റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ NTAന്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൂടെ വന്നിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് അറിയാമല്ലേ, നിങ്ങളൊരു ഒരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും വെച്ചിട്ടായിരിക്കും CUTന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെയിൽ ഐഡിയിലോട്ട് നിങ്ങൾക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ CUT ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടാവുക, ഒന്നുകിൽ നിങ്ങളുടെ ആധാർ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പാസ്പോർട്ട് പോലെയുള്ള മറ്റു ID പ്രൂഫ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പാസ്പോർട്ട് പോലെയുള്ള ആധാർ അല്ലാത്ത മറ്റു ID പ്രൂഫ്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് ഒരു സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്, അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ആദ്യത്തെ ഒരു കാര്യം. പിന്നെ ആരാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈവ് ഫോട്ടോ, ആ ഒരു സമയത്ത് തന്നെ ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ലൈവ് ഫോട്ടോയും ആധാറിന്റെ ഡാറ്റാബേസിലുള്ള മിസ്മാച്ചും വന്നിട്ടുള്ളവരുടെ ഫോട്ടോ റിജക്റ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. അപ്പം ആധാർ അല്ലാത്ത പാസ്പോർട്ട് പോലെയുള്ള ID പ്രൂഫ്സ് ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്ത ആൾക്കാരും അതുപോലെ തന്നെ ആധാർ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുകയും ലൈവ് ഫോട്ടോയും ആധാറിന്റെ ഡാറ്റാബേസിലുള്ള ഫോട്ടോയും തമ്മിൽ മിസ്മാച്ച് വരികയും ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, ഈ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്, ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് certain candidate registered using identity proof documents other than the Aadhaar card. അതായത് ചില ആൾക്കാർ ആധാർ അല്ലാത്ത മറ്റു ID പ്രൂഫ്സ് ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അവരെന്ത് ചെയ്യണം, ഈ ഒരു അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം PDF ഫോർമാറ്റിൽ. അതുപോലെ തന്നെ ഇൻ സം കേസസ് ദ ലൈവ് ഫോട്ടോഗ്രാഫ്സ് ക്യാപ്ചേർഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് ഡ്യൂറിംഗ് ദി ആപ്ലിക്കേഷൻ പ്രോസസ് ഡിഡ് നോട്ട് മാച്ച് വിത്ത് ദി ഫോട്ടോഗ്രാഫ് ആസ് പെർ റെക്കോർഡ്സ് അവൈലബിൾ വിത്ത് UID. അതുപോലെ തന്നെ ആധാർ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരിൽ ചില ആൾക്കാരുടെ ലൈവ് ഫോട്ടോയും ആ ടൈമിൽ എടുത്തിട്ടുള്ള ലൈവ് ഫോട്ടോയും ആധാറിലെ ഡാറ്റാബേസിലുള്ള ഫോട്ടോയും തമ്മിൽ മിസ്മാച്ച് ഉണ്ട്. അവരും ഈ ഒരു സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം PDF ഫോർമാറ്റിൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ therefore the NTA has provided such affected candidates with an opportunity to verify their identity by uploading a signed and attested certificate along with a recent photograph duly certified by the school, college, principal or headmaster. However, if the above verifying authorities are not accessible, candidates may obtain attestation from Class 1 gazetted officer such as Tehsildar, Revenue Officer, SDM, DM or Class 1 gazetted officer of the Indian Embassy for NRI candidates എന്നുള്ളതാണ്. അതായത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നിങ്ങൾ എങ്ങനെയാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റസ്റ്റ് ചെയ്യേണ്ടുന്ന ആ ഒരു ഫോർമാറ്റ്, സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ആണ് ഇത്. അപ്പോൾ അതിൽ നിങ്ങൾ റീസെന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട്, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ ഓൾറെഡി PDF ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ IDയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ലൈവ് ഫോട്ടോഗ്രാഫ് ലെഫ്റ്റ് സൈഡിലും റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് റൈറ്റ് സൈഡിലും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ ബാക്കി നിങ്ങൾ കൊടുക്കേണ്ടുന്ന ഡിക്ലറേഷൻസ്, അതുപോലെ തന്നെ ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പാളിൻ്റെയോ ഹെഡ് മാസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെയോ പേരും ഡെസിഗ്നേഷനും അവരുടെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഒന്നുകിൽ അത് സ്കൂളിലെയോ കോളേജിലെയോ പ്രിൻസിപ്പൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആവാം, അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ ആയിരിക്കാം. ഗസറ്റഡ് ഓഫീസർ ആരൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അത് തഹസിൽദാർ ഉണ്ട്, അതുപോലെ തന്നെ റവന്യൂ ഓഫീസർ, വില്ലേജ് ഓഫീസർ ഉണ്ട്, അതുപോലെ തന്നെ SDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആണ്. അതായത് അസിസ്റ്റന്റ് കളക്ടറോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസോ നിങ്ങൾക്ക് സൈൻ ചെയ്ത് തരാം. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അതായത് ജില്ലാ കളക്ടർ, അവരുടെ ഓഫീസ്, അവർക്കും സൈൻ ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. അതുപോലെ തന്നെ Class 1 ഗസറ്റഡ് ഓഫീസർ ഇൻ കേസ് ഓഫ് NRI കാൻഡിഡേറ്റ്സ്, അതായത് വിദേശത്ത് നിന്നും എക്സാം എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ എംബസി മുഖാന്തരം നിങ്ങൾ ബന്ധപ്പെടുകയും അതിലെ ഗസറ്റഡ് ഓഫീസറുമാണ് എന്താക്കേണ്ടത്, ഇതിൽ അറ്റസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത്. എവിടെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോൾ, ഏത് ഡേറ്റിന് മുമ്പായിട്ട് അറ്റസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് മേ അപ്ലോഡ് ദി ഡ്യൂലി സൈൻഡ് സർട്ടിഫിക്കറ്റ് ഇൻ PDF ഫോർമാറ്റ്, PDF ഫോർമാറ്റിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അനക്ഷർ 1 ഈ ഒരു രൂപത്തിലായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ഒരു ഫോർമാറ്റിലാണ്. അത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വയ ദി ഫോളോയിങ് ലിങ്ക് സെൻഡ് ടു ദ രജിസ്റ്റേർഡ് ഇമെയിൽ ID ഫ്രം
7/4/2026 to 10/4/2026 to facilitate all such candidates. Additionally, a printed copy of the same must be produced at the examination center for physical verification on the day of the examination എന്നുള്ളതാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് 7 മുതൽ 10 വരെ, അതായത് ഇന്ന് തൊട്ടായിരിക്കും നിങ്ങളുടെ മെയിലിലോട്ട് ആ ഒരു മെയിൽ വരിക. അപ്പോൾ 10-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എവിടെ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു URL ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ അറ്റസ്റ്റഡ് കോപ്പി അതിൻ്റെ ഒറിജിനലാണ് നിങ്ങൾ സ്കാൻ ചെയ്തുകൊണ്ട് PDF ഫോർമാറ്റിലായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കളയരുത്. അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം ഹാളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ കരുതണം, ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദ ക്യാൻഡിഡേറ്റ്സ് should regularly visit NTA website and NTന്റെ വെബ്സൈറ്റും അതുപോലെ തന്നെ CUETന്റെ വെബ്സൈറ്റും റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യണം ഫോർ ദി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഫോർ ഫർദർ ക്ലാരിഫിക്കേഷൻ റിലേറ്റഡ് ടു CUET UG 2026 കാൻഡിഡേറ്റ്സ് ക്യാൻ കോൾ NTA ഹെൽപ്പ് ഡെസ്ക് അറ്റ് NTന്റെ ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെയിലും അതുപോലെ തന്നെ വെബ്സൈറ്റും റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ഒബ്വിയസ്ലി കമൻറ്റ് ഇൻ കമൻറ്റ് ബോക്സ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത ഉടൻ തന്നെ എത്ര പേരാണ് അപ്ലൈ ചെയ്തത്, ഓരോ വിഷയങ്ങൾക്കും എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്നുള്ള ഒരു ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒന്നും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഇത്രയൊക്കെ NTA ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സപ്പോർട്ട് കാര്യങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മെയിൽ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി അഥവാ ഇന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും 10-ാം തീയതിക്ക് മുമ്പായിട്ട് വരാനുള്ള ചാൻസും ഉണ്ട്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ അവർ ക്രാഷ് ബാച്ച്. അതുപോലെ തന്നെ ഫീസ് വരുന്നത് 8,500 ആണ്. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2,500 റിഡക്ഷനോടുകൂടെ 5,999 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏറ്റവും മികച്ച ഫാക്കൾട്ടീസിൻ്റെ ക്ലാസ്സുകളും ഡെയിലി ലൈവ് സെഷൻസും റെക്കോർഡ് ക്ലാസ്സും അതുപോലെ തന്നെ പേഴ്സണൽ മെൻറ്റർഷിപ്പുമാണ് ഉണ്ടാവുക. അതുപോലെ ചാപ്റ്റർ വൈസ് നോട്ട്സും ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ഡിസ്കഷനും സ്ട്രാറ്റജി സെഷൻസും ഒക്കെ ഉണ്ടാവും. അങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ് ക്ലാസ്സസും മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും മെൻറ്റർഷിപ്പുമാണ് ഉണ്ടാവുക. കഴിഞ്ഞ വർഷം 2 ഓൾ ഇന്ത്യ റാങ്കുകൾ, അതായത് ഇംഗ്ലീഷിലും ബയോളജിയിലും 15 ലക്ഷം കുട്ടികളിൽ 1ാം റാങ്ക് ഞങ്ങളുടെ സ്റ്റുഡൻസ് ആയിരുന്നു. സോ അതുപോലെ തന്നെ 100-ലധികം കുട്ടികൾ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ അവർ ബാച്ച്. സോ നിങ്ങൾ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എത്തിപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മെയിൽ അതുപോലെ തന്നെ വെബ്സൈറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലോട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോട്ട് എത്തിപ്പെടുന്നതിൽ നിന്നും വളരെ പിറകിലോട്ട് നിങ്ങൾ വലിക്കുന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അറിയിപ്പുകളായിട്ട് ലഭിക്കുന്നുള്ളതാണ്. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.